നമ്മൾ റിട്ടേൺ അപ്ലോഡ് ചെയ്തതുകൊണ്ടും കാര്യമില്ല, ഈ വെരിഫൈ ചെയ്താലേ റിട്ടേൺ ഫയൽഡ് എന്നുള്ള കാറ്റഗറിയിലേക്ക് മാറും. ഇത് നമ്മുടെ വരുമാനം പ്രൂവ് ചെയ്യാനുള്ള ഏറ്റവും ആധികാരികമായിട്ടുള്ള ഒരു രേഖയാണ് ഇൻകം ടാക്സ് റിട്ടേൺ എന്നുള്ളത്. നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യത ഉണ്ടായിരുന്നിട്ട് റിട്ടേൺ ഫയൽ ചെയ്തില്ല, നമ്മുടെ വരുമാനം 5 ലക്ഷം രൂപ താഴെയാണെങ്കിൽ 1000 രൂപ ഫൈൻ വരും. ഈ ഡിഫക്റ്റീവ് ആക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ നോട്ടീസ് കിട്ടിയ വിത്തിൻ 15 ഡേയ്സ് നമ്മളിത് ചെയ്തില്ലെങ്കിൽ റിട്ടേൺ ഡിഫക്റ്റീവായി പോകും. ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ നമ്മളെ പറ്റി ഒത്തിരി ഇൻഫർമേഷൻ ഉണ്ട്. ആ ഇൻഫർമേഷനും നമ്മൾ ഫയൽ ചെയ്ത റിട്ടേണിലെ ഇൻഫർമേഷനും തമ്മിൽ മാച്ച് ആവാത്തൊരു സിറ്റുവേഷൻ. ഡിഫക്റ്റീവ് ആയിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഫയൽ ചെയ്ത റിട്ടേണിന്റെ പൊസിഷൻ നിൽ എന്നുള്ളതായി എന്നുള്ളതാണ്. ടോട്ടൽ ഇൻകത്തിൽ ബിസിനസ് ഇൻകം ഇൻക്ലൂഡ് ചെയ്യുന്നവർ, അവരെ സംബന്ധിച്ച് ഇത് ഓപ്റ്റ് ചെയ്യുന്നതിന് ലിമിറ്റേഷനും ഉണ്ട്. ഡ്യൂ ഡേറ്റിനും ഈ ഡിസംബർ 31 എന്ന് പറയുന്ന ആ ഡേറ്റിന് ഇടയ്ക്ക് ഫയൽ ചെയ്യുന്ന റിട്ടേൺ ആണ് ബിലേറ്റഡ് റിട്ടേൺ. ഹൗസ് പ്രോപ്പർട്ടി ലോസ് ഒഴികെ മറ്റ് ലോസുകളൊന്നും നമുക്ക് ബിലേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്താൽ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. ഡ്യൂ ഡേറ്റിൽ ഫയൽ ചെയ്ത ഈ ലോസ് ഉണ്ടാക്കിയ റിട്ടേണുകളാണ് ലോസ് റിട്ടേണുകൾ എന്ന് നമ്മൾ പറയണം. ഇത് നമ്മൾ സമയത്തിന് ഫയൽ ചെയ്താൽ, ഡ്യൂ ഡേറ്റിനുള്ളിൽ ഫയൽ ചെയ്താൽ 8 വർഷം വരെ നമുക്കത് ക്യാരി ഫോർവേഡ് ചെയ്യാം. ഹൗസ് പ്രോപ്പർട്ടി ലോസ് ഒഴികെ ബാക്കി പറഞ്ഞ ലോസുകളെല്ലാം ക്യാരി ഫോർവേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡ്യൂ ഡേറ്റിനുള്ളിൽ ഈ ലോസിന്റെ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടാവണം. ലോസ് ക്യാരി ഫോർവേഡ്, അതുപോലെ ഓൾഡ് റെജീം, ന്യൂ റെജീം, അത്തരത്തിലുള്ള ഡ്യൂ ഡേറ്റ് ഇഷ്യൂസ് ഈ വെരിഫിക്കേഷൻ സമയത്തിന് ചെയ്തില്ലെങ്കിലും വന്നു പെടാനുള്ളൊരു സാധ്യതയുണ്ട്. വേറൊരു ടൈമാണ് ഡിഫക്റ്റീവ് റിട്ടേൺ എന്ന് പറയുന്നത്. അതെന്താണ് ഈ ഡിഫക്റ്റീവ് റിട്ടേൺ? ഡിഫക്റ്റീവ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമ്മളൊരു റിട്ടേൺ ഫയൽ ചെയ്തു. റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞ് ഡിപ്പാർട്ട്മെന്റ് അത് ഒരു പ്രൈമ ഫേസി ഒരു പ്രോസസ്സിങ്ങിന് വിധേയമാക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഫയൽ ചെയ്ത റിട്ടേണും ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ, നമ്മളെ പറ്റി പലതരത്തിലുള്ള ഡാറ്റ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ ഉണ്ടാവും. ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ്, ടാക്സ് ഇൻഫർമേഷൻ സമ്മറി, അതുപോലെ ഫോം 26AS ഡാറ്റ, AAR ഡാറ്റ, അങ്ങനെ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ നമ്മളെ പറ്റി ഒത്തിരി ഇൻഫർമേഷൻ ഉണ്ട്. ആ ഇൻഫർമേഷനും നമ്മൾ ഫയൽ ചെയ്ത റിട്ടേണിലെ ഇൻഫർമേഷനും തമ്മിൽ മാച്ച് ആവാത്തൊരു സിറ്റുവേഷൻ. അതുപോലെ നമുക്ക് ഒരു കൃത്യം ഇന്ന കാരണം കൊണ്ടാണ് ഡിഫക്റ്റീവ് ആവുക എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ പോലും പിന്നെ വരാവുന്ന ഒരു കാര്യം, നമ്മൾ ഫയൽ ചെയ്ത റിട്ടേണിൽ നമ്മൾ ഫില്ല് ചെയ്തപ്പോഴത്തേക്കും ചില അത്യാവശ്യം വേണ്ട എൻട്രീസ് ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഫില്ല് ചെയ്ത പർട്ടിക്കുലേഴ്സ് തെറ്റായിപ്പോയി. അവിടെ ക്രോസ് മാച്ച് ചെയ്യുമ്പോഴത്തേക്കും ആ പർട്ടിക്കുലേഴ്സ് ഈ പർട്ടിക്കുലേഴ്സ് തമ്മിൽ, നമ്മളുടെ റിട്ടേണിലെ പർട്ടിക്കുലേഴ്സ് തമ്മിൽ വ്യത്യാസം. അപ്പോൾ ഒരു യാഥാർത്ഥ്യവുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമില്ലാത്ത എന്ന് ജനറലായിട്ട് വേണമെങ്കിൽ പറയാം, അത്തരത്തിലുള്ള റിട്ടേണുകൾ ഡിപ്പാർട്ട്മെന്റ് ഈ അസസിയോട് പറയും, ഞങ്ങളിവിടെ പ്രോസസ് ചെയ്തപ്പോഴത്തേക്കും നിങ്ങളുടെ റിട്ടേണിൽ ഇങ്ങനെ ഒരു ഡിഫക്റ്റ് കാണുന്നുണ്ട്, അപ്പോൾ നിങ്ങളത് ഇമീഡിയറ്റ് അത് കറക്റ്റ് ചെയ്യുക. അപ്പോൾ അതിന് 15 ദിവസമാണ് തരണം. നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞ് ഒരു 15 ഡേയ്സിനുള്ളിൽ ഈ ഡിഫക്റ്റീവ് ആക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ നോട്ടീസ് കിട്ടിയ വിത്തിൻ 15 ഡേയ്സ് നമ്മളിത് ചെയ്തില്ലെങ്കിൽ റിട്ടേൺ ഡിഫക്റ്റീവ് ആയി പോകും. വൺസ് റിട്ടേൺ ഡിഫക്റ്റീവ് ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഡിഫക്റ്റീവ് ആക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ നോട്ടീസ് കിട്ടിയ ഉടനെ നമുക്ക് അതിൻ്റെ റെക്ടിഫിക്കേഷൻ ഫയൽ ചെയ്യാം. നമുക്ക് അതിലെന്താണ് തെറ്റെന്ന് വെച്ചാൽ ആ തെറ്റ് ശരിയാക്കി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ റെഗുലറൈസ് ആയി. പക്ഷേ ഈ ഡിഫക്റ്റീവ് ആയിപ്പോയി കഴിഞ്ഞാൽ, ഈ 15 ദിവസം കഴിഞ്ഞു നമ്മൾ റെസ്പോൺസ് ഒന്നും ഫയൽ ചെയ്തില്ലെങ്കിൽ റിട്ടേൺ ഡിഫക്റ്റീവ് ആയി പോകും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഡ്യൂ ഡേറ്റ് ഫയൽ ചെയ്ത റിട്ടേൺ ആയിരിക്കും, പക്ഷെ പിന്നെ നമ്മൾ ഫയൽ ചെയ്യുമ്പോഴത്തേക്കും ആ ഡ്യൂ ഡേറ്റ് ഫയൽ ചെയ്തതിൻ്റെ ബെനിഫിറ്റ് ചിലപ്പോൾ നഷ്ടപ്പെടും. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഈ ശരിക്ക് റെക്ടിഫിക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്പീലിനൊക്കെ പോയിട്ട് ശരിയാക്കി എടുക്കുക എന്നുള്ളതേ മാർഗമുള്ളൂ. അത് അവർ പറഞ്ഞിരിക്കുന്ന തെറ്റ് തന്നെയാണെന്നുണ്ടെങ്കിൽ പ്രായോഗികമായി വളരെ ബുദ്ധിമുട്ട് പിടിച്ച പരിപാടിയാണ്. പിന്നെ പ്രാക്ടിക്കലി നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം റിവൈസ്ഡ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഈവൻ ഡിഫക്റ്റീവ് ആയി പോയാലും നമുക്ക് റിവൈസ്ഡ് റിട്ടേൺ അതിൻ്റെ പുറത്ത് ഫയൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് ഒരു ടെക്നിക്കൽ ഗ്ലിച്ചാണോ എന്താണെന്ന് അറിയില്ല, സാധിക്കുന്നുണ്ടായിരുന്നു. ഈ വർഷം അത് സാധിക്കുമോ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ, കാരണം നമ്മൾ പ്രാക്ടിക്കലി ചെയ്ത് നോക്കിയാൽ അറിയുള്ളൂ. പക്ഷെ ഇതാണ്, ഡിഫക്റ്റീവ് ആയിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഫയൽ ചെയ്ത റിട്ടേണിൻ്റെ പൊസിഷൻ നിൽ എന്നുള്ളതായി എന്നുള്ളതാണ്, നമ്മളത് കറക്റ്റ് ചെയ്യുന്നവരെ. പക്ഷെ കറക്റ്റ് ചെയ്യാനുള്ള സമയം 15 ദിവസമേ ഉള്ളൂ എന്നുള്ളത് ആലോചിക്കുക. അപ്പോൾ അതിൽ നിന്ന് പിന്നെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ അഡീഷൻ ശരിയല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പീലിനൊക്കെ പോകാൻ പറ്റും. പക്ഷെ അതൊന്നും പ്രാക്ടിക്കലി എളുപ്പമുള്ള മാർഗവുമല്ല, അത്യാവശ്യം ചിലവുള്ള മാർഗങ്ങളുമാണ്. ഈ ഡിഫക്റ്റീവ് ആയി നമുക്കത് പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് എന്താണ് അവിടെ സംഭവിക്കുക? ആ റിട്ടേൺ ഫയൽ ചെയ്യാത്തതായിട്ട് കൺസിഡർ ചെയ്യപ്പെടും. നമ്മൾ ഒരു പർട്ടിക്കുലർ ഇയറിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തു, നമ്മൾ ഡിഫക്റ്റീവ് ആയി പോയി കഴിഞ്ഞാൽ അതോടുകൂടി നമ്മുടെ ആ റിട്ടേൺ ഫയൽ ചെയ്തില്ല എന്ന് വരും. അപ്പോൾ എന്താ പറ്റണേ? റീഫണ്ട് കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ റീഫണ്ട് കിട്ടില്ല, ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാനുണ്ടെങ്കിൽ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല.
നമ്മുടെ ആ റിട്ടേണിന്റെ കണ്ടിന്യൂറ്റി നമ്മൾ റെഗുലറായിട്ട് റിട്ടേൺ ഫയൽ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇയറിലെ റിട്ടേൺ ഡിഫക്റ്റീവ് ആയി പോയി കഴിഞ്ഞാൽ ആ വർഷം നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തില്ലാത്തതിന് തുല്യമായി പോകും. അപ്പോൾ അപ്ഡേറ്റഡ് റിട്ടേൺ നമുക്ക് ഫയൽ ഇല്ല, ചെയ്യാം. ആ കണ്ടീഷനിൽ നമുക്ക് അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റില്ല. കാരണം അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യണമെങ്കിൽ ഒരു ഒറിജിനൽ റിട്ടേൺ ഉണ്ടാവണമല്ലോ. ഒറിജിനൽ റിട്ടേൺ അല്ല, അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ഒറിജിനൽ റിട്ടേൺ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഈ കണ്ടീഷൻ വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പ്രാക്ടിക്കലി ഇപ്പോൾ ശ്രീത് ചോദിച്ച ക്വസ്റ്റ്യൻ ഞാൻ പ്രാക്ടിക്കലി ചെയ്തു നോക്കിയിട്ടില്ല. ഈ അതായത് ഡിഫക്റ്റീവായി പോയ റിട്ടേണിനെ അഗേൻസ്റ്റ് ഒരു അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കിയിട്ടില്ല. റിവൈസ്ഡ് റിട്ടേൺ ഫയൽ ചെയ്യാൻ കഴിഞ്ഞ വർഷങ്ങളിൽ പറ്റുമായിരുന്നു, ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ഓൾഡ് റെജീമിൽ റിട്ടേൺ ഫയൽ ചെയ്യാനുള്ളവർ അതായത് ഡ്യൂ ഡേറ്റിൽ തന്നെ ആ റിട്ടേൺ ഫയൽ ചെയ്യണം എന്ന് മാൻഡേറ്ററി ആയിട്ട് തന്നെ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത്? അതായത് ഈ ന്യൂ റെജീം, ഓൾഡ് റെജീം അത് വന്ന സമയത്ത് ആദ്യം ഈ രണ്ട് സ്കീമുകൾ പാരലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആദ്യത്തെ വർഷങ്ങളിൽ ഓൾഡ് റെജീം ആയിരുന്നു ഡിഫോൾട്ട് റെജീം. എന്ന് വെച്ചാൽ നാട്ടിൽ പ്രിവെയിലിംഗ് ആയിട്ടുള്ള റിട്ടേൺ ഫയലിംഗ് റെജീം എന്ന് പറയുന്നത് ഓൾഡ് റെജീമാണ്. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ന്യൂ റെജീം എടുക്കാം. ഇപ്പോൾ അത് നേരെ ചേഞ്ച് ചെയ്തു. ഇപ്പോൾ ന്യൂ റെജീമാണ് ഡിഫോൾട്ട് റെജീം. നമ്മൾ മറ്റൊരു ഓപ്ഷൻസും കൊടുത്തില്ലെങ്കിൽ ന്യൂ റെജീമിലാണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ എന്താ സംഭവിക്കുക? ഓൾഡ് റെജീം എടുക്കണമെങ്കിൽ നമ്മൾ ഓപ്റ്റ് ചെയ്യണം. അങ്ങനെ ഓപ്റ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 31 ആണ്. നമ്മൾ റിട്ടേൺ ഫയൽ നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് ഓൾഡ് റെജീം ആയിരുന്നു എന്ന് കരുതുക. ന്യൂ റെജീം നമുക്ക് അത്ര ബെനിഫിഷ്യൽ അല്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ജൂലൈ 31 വിട്ടുപോയി കഴിഞ്ഞാൽ, ജൂലൈ 31 റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ആൾ ജൂലൈ 31 വിട്ടുപോയാൽ പിന്നെ അയാൾക്ക് ന്യൂ റെജീമിലെ റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് ഈ ബെനിഫിറ്റ് എടുക്കാൻ പറ്റില്ല. അത് ലൈക്ക് വൈസ് നമ്മൾ ഒക്ടോബർ 31 ഡ്യൂ ഡേറ്റ് ആയിട്ടുള്ള ആൾക്ക് ഒക്ടോബർ 31 മുമ്പ് ഫയൽ ചെയ്താലാണ് ഓൾഡ് റെജീം എടുക്കാൻ പറ്റുള്ളൂ. ന്യൂ റെജീം അല്ലെങ്കിൽ പിന്നെ ന്യൂ റെജീം എടുക്കാൻ പറ്റുള്ളൂ. അത് നവംബർ 30 ഡ്യൂ ഡേറ്റ് എന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ഓൾഡ് റെജീം ആണെങ്കിൽ അത് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. അതാണ് അതിൻ്റെ അകത്തെ കാര്യം. ഇനി ഈ ബിസിനസ് ഹെഡിലുള്ളവർ, ടോട്ടൽ ഇൻകത്തിൽ ബിസിനസ് ഇൻകം ഇൻക്ലൂഡ് ചെയ്യുന്നവർ, അവരെ സംബന്ധിച്ച് ഇത് ഓപ്റ്റ് ചെയ്യുന്നതിന് ലിമിറ്റേഷനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർ ഓൾഡ് റെജീം എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ നമ്മളുടെ ജൂലൈ 31 എന്ന് പറയുന്ന ആ ഡ്യൂ ഡേറ്റ് വിട്ടുപോകാതെ പ്രത്യേകം നോക്കണം. അല്ലെങ്കിൽ അവർക്ക് ആ ഓപ്ഷൻ തന്നെ എടുക്കാൻ സാധിക്കാതെ വരും. ഇപ്പോൾ ഓൾഡ് റെജീമും ന്യൂ റെജീമും ഉണ്ട്. ഇവ ഒരു ടാക്സ് പെയറുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓപ്റ്റ് ചെയ്യാൻ വ്യവസ്ഥ ഉണ്ടോ എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണത്തിൽ നമുക്കുണ്ടാകുന്നൊരു സംശയം. നമ്മളുടെ ടോട്ടൽ ഇൻകത്തിൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ടോട്ടൽ ഇൻകത്തിൽ ബിസിനസ് ഇൻകം ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഏത് രീതിയിൽ വേണമെങ്കിലും, ഇപ്പോൾ ഈ വർഷം നമുക്ക് ലാഭം ന്യൂ റെജീമാണ്, അടുത്ത വർഷം നമുക്ക് ലാഭം ഓൾഡ് റെജീമാണ്, വീണ്ടും അടുത്ത വർഷം ലാഭം ഓൾഡ് റെജീമാണ്, എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് എത്ര പ്രാവശ്യം വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാം. പക്ഷേ നമ്മളുടെ ഇൻകത്തിൻ്റെ അകത്ത് ബിസിനസ് ഇൻകം അല്ലെങ്കിൽ പ്രൊഫഷനിൽ നിന്നുള്ള ഇൻകം വരുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഒരു പ്രാവശ്യമേ ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. വൺസ് ഓപ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പഴയ നമ്മളപ്പോൾ ഓപ്റ്റ് ചെയ്തതിൽ നിന്ന് മുന്നോട്ട് പോകേണ്ടി വരും. ന്യൂ റെജീമിൽ വൺസ് ഓൾഡ് റെജീമിലേക്ക് പോയി അവിടെ നിന്ന് തിരിച്ചു വന്നാൽ പിന്നെ ഓൾഡ് റെജീമിലേക്ക് പോകാൻ പറ്റില്ല. ന്യൂ റെജീമിൽ തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. അത് ഈ ബിസിനസ് പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ പ്രൊഫഷൻ പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഇല്ല. ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് നമ്മൾ ഓഹരി വിപണിയിൽ ട്രേഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഡേ ട്രേഡ്, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് അല്ലെങ്കിൽ ഇൻട്രാഡേ ട്രേഡ്, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഇത് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, ഇത് ബിസിനസ് ഇൻകം ആണ്. അതുള്ളവർക്ക് ഈ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ചിങ് നടക്കില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ റിട്ടേണുകളെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ നമ്മൾ ചില ടേമുകൾ പറഞ്ഞു. അതിൽ ഒന്നാണ് ബിലേറ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത്. എന്താണ് ഈ ബിലേറ്റഡ് റിട്ടേൺ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്? ബിലേറ്റഡ് റിട്ടേൺ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ ഒരു ഡ്യൂ ഡേറ്റ് ഉണ്ട്. ആ ഡ്യൂ ഡേറ്റിനുള്ളിൽ ഫയൽ ചെയ്യണത് ഒരു നോർമൽ റിട്ടേൺ അല്ലെങ്കിൽ റെഗുലർ റിട്ടേൺ എന്ന് പറയാം. ആ സമയത്ത് നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റാതെ പോയാൽ, ഇപ്പോൾ ജൂലൈ 31 ഫയൽ ചെയ്യേണ്ട ഒരാൾ, ഡ്യൂ ഡേറ്റ് ഉണ്ടായിരുന്ന ഒരാൾ അന്ന് ഫയൽ ചെയ്തില്ല, ഡിസംബർ 31 വരെയാണ് നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ പിന്നെ അവസരമുള്ളത്. ഈ ഡ്യൂ ഡേറ്റിനും ഡിസംബർ 31 ഇടയ്ക്ക് ഫയൽ ചെയ്യപ്പെടുന്ന റിട്ടേൺ ആണ് ബിലേറ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത്. ബിലേറ്റഡ് റിട്ടേണിൽ ആകെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ചില റിട്ടേണുകളിൽ, അതായത് ഹൗസ് പ്രോപ്പർട്ടി ലോസ് ഒഴികെ മറ്റ് ലോസുകളൊന്നും നമുക്ക് ബിലേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്താൽ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു വർഷം നമുക്ക് ലോസ് ഉണ്ടായിട്ട് അത് അടുത്തൊരു വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിലേറ്റഡ് റിട്ടേണിൽ കൂടെ പറ്റില്ല. അത് ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിന് മാത്രമാണ് അതിനൊരു എക്സംഷൻ ഉള്ളത്. ഈ ബിലേറ്റഡ് റിട്ടേൺ എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ലോസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 139(3) ലോസ് റിട്ടേണിനെ പറ്റി പറയുന്നത്. ലോസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇൻകം ഒരു പർട്ടിക്കുലർ ഇയറിൽ നമുക്ക് ലോസ് വന്നിട്ടുണ്ട്, അത് വരാൻ സാധ്യതയുള്ള, സാധാരണ രീതിയിൽ വരാൻ സാധ്യതയുള്ള ബിസിനസ്സിൽ ലോസ് വരാം,
നമ്മുടെ വീട്ടുവാടക, ഹൗസ് പ്രോപ്പർട്ടി, അതിൽ നമുക്ക് ലോസ് വരാം. സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ നമുക്ക് ലോസ് വരാം. ക്യാപിറ്റൽ ലോസ് വരാം. ക്യാപിറ്റൽ ഗെയിൻ കിട്ടുന്ന പോലെ തന്നെ ക്യാപിറ്റൽ ലോസ് വരാം. ഇത്തരത്തിലുള്ള റിട്ടേണുകളിൽ ഈ സ്പെക്കുലേറ്റീവ് ബിസിനസ് പോലെ തന്നെ റേസ് ഹോഴ്സ്, നമ്മൾ പന്തയ കുതിരകളെ മെയിൻറ്റെയിൻ ചെയ്യണതിൽ നമുക്ക് ലോസ് വരാം. അതൊരു സ്പെഷ്യൽ കാറ്റഗറിയാണ്. അപ്പോൾ ഇത്തരം ലോസുകൾ വന്നു കഴിഞ്ഞാൽ അതിൽ ഹൗസ് പ്രോപ്പർട്ടി ലോസ് ഒഴികെ ബാക്കി ഏത് ലോസുകൾ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ റിട്ടേൺ ഡ്യൂ ഡേറ്റ് ഫയൽ ചെയ്തിട്ടുണ്ടാവണം. അത്തരത്തിൽ ഡ്യൂ ഡേറ്റിൽ ഫയൽ ചെയ്ത ഈ ലോസ് ഉണ്ടാക്കിയ റിട്ടേണുകളാണ് ലോസ് റിട്ടേണുകൾ എന്ന് നമ്മൾ പറയണത്. അതിൽ ഈ ബിസിനസ് ലോസും ഹൗസ് പ്രോപ്പർട്ടി ലോസും അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻ ലോസും ഇത് നമ്മൾ സമയത്തിന് ഫയൽ ചെയ്താൽ, ഡ്യൂ ഡേറ്റിനുള്ളിൽ ഫയൽ ചെയ്താൽ 8 വർഷം വരെ നമുക്കത് ക്യാരി ഫോർവേഡ് ചെയ്യാം. ഈ വർഷം നമുക്കൊരു ലോസ് ഉണ്ടായി, ആ ലോസ് നമുക്ക് അടുത്ത വർഷം പ്രോഫിറ്റ് ആണെങ്കിൽ ആ പ്രോഫിറ്റിനോട് ഈ ലോസ് അഡ്ജസ്റ്റ് ചെയ്ത് അടുത്ത വർഷം അത്രയും കുറച്ച് ടാക്സ് അടച്ചാൽ മതി. ഇനി അടുത്ത വർഷം ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ വർഷത്തെ ലോസും അടുത്ത വർഷത്തെ ലോസും നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാം. അങ്ങനെ 8 വർഷം വരെ കൊണ്ടുപോകാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ റേസ് ഹോഴ്സസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു ലോസും സ്പെക്കുലേറ്റീവ് ലോസും 4 വർഷത്തേക്കാണ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കാറ്റഗറിയിൽ, അതായത് നമുക്ക് ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടി ലോസ് ഒഴികെ ബാക്കി പറഞ്ഞ ലോസുകളെല്ലാം ക്യാരി ഫോർവേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡ്യൂ ഡേറ്റിനുള്ളിൽ ഈ ലോസിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടാവണം. അതാണ് നമുക്ക് ലോസ് റിട്ടേൺ എന്ന് പറയുന്നത്. ഈ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്ത് നമ്മൾ റിട്ടേൺ അപ്ലോഡ് ചെയ്തു. റിട്ടേൺ അപ്ലോഡ് ചെയ്യണത് കൊണ്ട് നമ്മുടെ ഡ്യൂട്ടി തീരണില്ല. നമ്മൾ ഈ റിട്ടേൺ, നമ്മൾ ചെയ്ത റിട്ടേൺ വെരിഫൈ ചെയ്യണം. അത് നമ്മൾ തന്നെയാണ് ഫയൽ ചെയ്തതെന്ന് ഉറപ്പിക്കാനുള്ള ഒരു സിസ്റ്റം. എയ്തർ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആധാർ OTP വെരിഫിക്കേഷനാണ്. നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞ് ഈ വെരിഫിക്കേഷൻ ട്രൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തേക്കണ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP വെച്ചിട്ട് നമ്മൾ ഈ റിട്ടേൺ നമ്മൾ വെരിഫൈ ചെയ്യുക. ഇനി അതല്ലെങ്കിൽ ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ് നമ്മൾ ഈ ഇൻകം ടാക്സ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തപ്പോഴത്തേക്കും നമ്മളൊരു മെയിൽ ID മൊബൈൽ നമ്പറും കൊടുത്തിട്ടുണ്ടാവും. അതിലേക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെയോ ബാങ്ക് അക്കൗണ്ട് അതുമായിട്ട് ലിങ്ക് ചെയ്താൽ, നമ്മുടെ ഈ പർട്ടിക്കുലർ ഇൻകം ടാക്സ് പോർട്ടലുമായിട്ട് ലിങ്ക് ചെയ്താൽ നമുക്കൊരു ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ് അത് നമുക്ക് അയച്ചു കിട്ടും നമ്മളുടെ ഈ മൊബൈൽ നമ്പറിലും മെയിൽ ID-യിലും. അത് ഈ ബാങ്കിൽ കൊടുത്ത അതേ മെയിൽ ID-യും മൊബൈൽ നമ്പറും ആയിരിക്കണം നമ്മൾ ഇൻകം ടാക്സിൽ ഉപയോഗിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ EVC ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ റിട്ടേണിൻ്റെ വെരിഫിക്കേഷൻ പ്രോസസ്സ് തീർക്കാൻ പറ്റും. ഇനി അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴിക്ക് നമുക്ക് ചെയ്യാം, ഡിമാറ്റ് അക്കൗണ്ട് വഴിക്ക് ചെയ്യാം. ഇനി ഇതൊന്നും പറ്റില്ല, ഡിജിറ്റൽ സിഗ്നേച്ചർ വെച്ചിട്ട് റിട്ടേൺ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും വേണ്ട. ഇലക്ട്രോണിക് സിഗ്നേച്ചർ, നമ്മളുടെ പാൻ കാർഡും ആധാർ കാർഡും വെച്ചിട്ട് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് സിഗ്നേച്ചർ ഉണ്ട്. അതാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ഡിജിറ്റൽ സിഗ്നേച്ചർ വെച്ചിട്ടാണ് റിട്ടേൺ ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പ്രത്യേകിച്ച് വേറെ ഈ വെരിഫിക്കേഷന് പോകേണ്ട ആവശ്യമില്ല. ഈ മെത്തേഡുകൾ ഒന്നും ഉപയോഗിക്കാത്ത ഒരാളെ സംബന്ധിച്ച് പിന്നെ നമുക്ക് ചെയ്യാവുന്നത്, നമ്മൾ റിട്ടേൺ ഫയൽ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ITR-V എന്ന് പറഞ്ഞിട്ട് ഒരു വെരിഫിക്കേഷൻ ഫോം കിട്ടും. ആ ഫോമിൽ നമ്മൾ ഹാൻഡ് സിഗ്നേച്ചർ ഇട്ടിട്ട് ബാംഗ്ലൂരിലെ സെൻട്രലൈസ്ഡ് പ്രോസസ്സിംഗ് സെൻറ്ററിലേക്ക് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് അവിടെ അവർ റിസീവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവർ മാർക്ക് ചെയ്യും ഈ വെരിഫൈഡ് എന്ന് പറഞ്ഞ്. ഈ വെരിഫിക്കേഷൻ ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം 30 ദിവസമാണ് ഈ വെരിഫൈ ചെയ്യാനുള്ള. വെരിഫൈ ചെയ്യാതെ, അതായത് ഡിജിറ്റൽ സിഗ്നേച്ചർ വെച്ച് വെരിഫൈ ചെയ്യാതെ ഫയൽ ചെയ്ത ഒരു റിട്ടേൺ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ച്, ഈ പറഞ്ഞ മെത്തേഡുകൾ വെച്ച് വെരിഫൈ ചെയ്തില്ലെങ്കിൽ 30 ദിവസം കഴിഞ്ഞാൽ, റിട്ടേൺ ഫയൽ ചെയ്ത ഡേറ്റ് കഴിഞ്ഞ് 30 ദിവസം കഴിഞ്ഞാൽ റിട്ടേൺ ഇൻവാലിഡ് ആയി പോകും. നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാത്തതായിട്ടാണ് പിന്നെ കണക്കാക്കുക. പിന്നീട് നമ്മൾ അതിൻ്റെ ആ ഒരു ഡിലേ കണ്ടോൺ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാം. പക്ഷെ അങ്ങനെ വെരിഫൈ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, എന്നാണോ ഈ 30 ദിവസത്തിന് ശേഷം എന്നാണോ വെരിഫിക്കേഷൻ നടക്കുന്നത് അന്നാണ് ആ റിട്ടേൺ ഫയൽ ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾ ഇവിടെ കയറി വരും. ലോസ് ക്യാരി ഫോർവേഡ്, അതുപോലെ ഓൾഡ് റെജീം, ന്യൂ റെജീം, അത്തരത്തിലുള്ള ഡ്യൂ ഡേറ്റ് ഇഷ്യൂസ് ഈ വെരിഫിക്കേഷൻ സമയത്തിന് ചെയ്തില്ലെങ്കിലും വന്നു പെടാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ വെരിഫിക്കേഷൻ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ റിട്ടേൺ അപ്ലോഡ് ചെയ്തതുകൊണ്ടും കാര്യമില്ല, ഈ വെരിഫൈ ചെയ്താലേ റിട്ടേൺ ഫയൽഡ് എന്നുള്ള കാറ്റഗറിയിലേക്ക് മാറുള്ളൂ. ബജറ്റിൽ പറയുന്ന വരുമാന പരിധിക്കുള്ളിൽ ഉള്ളവർ വേണം റിട്ടേൺ ഫയൽ ചെയ്യാനെന്ന് പറഞ്ഞു. അല്ലാത്തവരും റിട്ടേൺ ഫയൽ ചെയ്യുന്നതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതായത് ഈ റിട്ടേൺ ഫയൽ ചെയ്തതുകൊണ്ട് കുറേയേറെ ഗുണങ്ങളുണ്ട്. എന്തൊക്കെയാണ് പ്രധാനമായുള്ള ഗുണങ്ങൾ? ഒന്നാമത്തെ കാര്യം, ഈ നമുക്ക് എവിടെയെങ്കിലും ഒരു ലോൺ എടുക്കുകയോ അല്ലെങ്കിൽ നമ്മളൊരു വിസയുടെ ആവശ്യത്തിന് വേണ്ടി ചെല്ലുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് നമ്മളുടെ വരുമാനം പ്രൂവ് ചെയ്യാനുള്ള ഏറ്റവും ആധികാരികമായിട്ടുള്ള ഒരു രേഖയാണ് ഇൻകം ടാക്സ് റിട്ടേൺ എന്നുള്ളത്. ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ കോപ്പി കൊടുത്താൽ നമുക്കൊരു നമ്മളുടെ വരുമാനത്തിനൊരു എന്താ പറയുക, വളരെ ഓതൻറ്റിസിറ്റി ഉള്ളൊരു ഡോക്യുമെൻ്റാണ് ഈ
ഇൻകം ടാക്സ് റിട്ടേൺ എന്നുള്ളത്. അത് ഒന്നാമത്തെ ഒരു നേട്ടം. രണ്ടാമത്തെ, ആസ് എ റെസ്പോൺസിബിൾ ഓണസ്റ്റ് ടാക്സ് സിറ്റിസൺ ചെയ്യേണ്ട ഒരു കാര്യമാണ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ളത്. ഇനി വോളണ്ടറിലി നമുക്ക് ഇൻകം റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യത ഇല്ലാതിരുന്നിട്ട് റിട്ടേൺ ഫയൽ ചെയ്താലുള്ള നേട്ടമാണ് പിന്നെ ഉള്ളത്. നമ്മൾ ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ റിട്ടേണിൻ്റെ കോപ്പി സാധാരണ അവർ വാങ്ങാറുണ്ട്. അതുപോലുള്ള പല കാര്യങ്ങൾക്കും ഈ ഇൻകം പ്രൂവ് ചെയ്യേണ്ട ഏത് കാര്യത്തിലും റിട്ടേണിൻ്റെ കോപ്പി അവർ ചോദിക്കാറുണ്ട്. പിന്നെ നമുക്കൊരു റീഫണ്ട് കിട്ടാൻ, നമുക്ക് ഇൻകം നമ്മുടെ ലിമിറ്റ് താഴെയാണ്, ബജറ്റിൽ പറഞ്ഞ ബേസിക് എക്സംഷൻ ലിമിറ്റ് താഴെയാണ്, പക്ഷെ നമ്മളുടെ കയ്യിൽ നിന്ന് TDS കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അത് തിരിച്ചു വാങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റിട്ടേൺ ഫയൽ ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു ഇൻഡിവിജ്വലാണ്, ഇൻഡിവിജ്വലിന് ബിസിനസ് ചെയ്തിട്ട് ലോസാണ്, ഈ ഇൻകം ഇല്ലാത്തത് കൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ 10 ലക്ഷം 60 ലക്ഷത്തിൻ്റെ ഒന്നും ലിമിറ്റിൽ എത്തിയിട്ടില്ലെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ഈ ലോസ് നമുക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് നാളെ ഒരു പ്രോഫിറ്റ് ഉണ്ടായാൽ അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അതിന് ക്യാരി ഫോർവേഡ് ചെയ്യണമെങ്കിൽ ഇദ്ദേഹം റിട്ടേൺ ഫയൽ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്താൽ ഇതൊക്കെയാണ് നേട്ടങ്ങളുള്ളത്. റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ കുറേയേറെ ശിക്ഷകളും ഉണ്ടല്ലോ. റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യത ഉണ്ടായിട്ട് റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ വരാവുന്ന ഒന്ന്, റിട്ടേൺ വൈകി പോകുന്നതിന്, അതായത് വൈകി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 234A എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻട്രസ്റ്റ്, ഒരു മാസം 1% വരുന്ന രീതിയിലുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ റിട്ടേൺ വൈകി പോകുമ്പോഴത്തേക്കും നമുക്ക് 234F എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മളുടെ ടോട്ടൽ വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ, നമുക്ക് വരുമാന പരിധി 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ അല്ലെങ്കിൽ പുതിയ ബജറ്റിലെ 4 ലക്ഷം രൂപയ്ക്ക് കവർ ചെയ്ത് പോയി 5 ലക്ഷം രൂപ താഴെയാണെങ്കിൽ 1000 രൂപ ഫൈൻ വരും. നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യത ഉണ്ടായിരുന്നിട്ട് റിട്ടേൺ ഫയൽ ചെയ്തില്ല, നമ്മുടെ വരുമാനം 5 ലക്ഷം രൂപ താഴെയാണെങ്കിൽ 1000 രൂപ ഫൈൻ വരും. 5 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ 5000 രൂപ ഫൈൻ വരും. ഇത് ബിലേറ്റഡ് റിട്ടേണിന് ബാധകമാണ്. ബിലേറ്റഡ് റിട്ടേണിനും അപ്ഡേറ്റഡ് റിട്ടേണിനും എല്ലാത്തിനും, അതായത് ഡ്യൂ ഡേറ്റ് ഫയൽ ചെയ്യാതെ പോയ എല്ലാ റിട്ടേണിനും നമ്മുടെ ഇൻകം 5 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ 1000 രൂപ, 5 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ 1000 രൂപയും 5 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 5000 രൂപയും ഫൈൻ വരും. പിന്നെ ഇതല്ലാതെ ഇൻകം ടാക്സിൻ്റെ മറ്റു പലതരത്തിലുള്ള പെനാൽറ്റികൾ, 7 വർഷം വരെ ഇംപ്രിസൺമെന്റ് വരാവുന്ന ഒരു കുറ്റമാണ്. വേണമെങ്കിൽ ജയിലിൽ പോകാനുള്ള ഒരു സാധ്യത വരെ ഇതിൻ്റെ അകത്തുണ്ട്. ഈ റീസെൻ്റ്ലി ഡൽഹിയിൽ ഒരു ലേഡിക്ക് 6 മാസം തടവ് വിധിച്ച ഒരു വാർത്ത ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഈ കോവിഡിന് ശേഷം കുറേ ആളുകൾ ഈ മ്യൂച്വൽ ഫണ്ട്, അതുപോലെ ഷെയർ മാർക്കറ്റ്, അതിലൊക്കെ ഒത്തിരി നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമീപകാലത്തായിട്ട് മ്യൂച്വൽ ഫണ്ട്, അതുപോലെ ഈ ഓഹരി മാർക്കറ്റ്, ഇതുമൊക്കെയായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സിൻ്റെ കുറേയേറെ നോട്ടീസുകൾ പലർക്കും കിട്ടിയതായിട്ടുള്ള വാർത്തകളും വരുന്നുണ്ട്. അതിനെന്തായിരിക്കും കാരണം? അത് ഇപ്പോൾ അതായത് ഈ കോവിഡിന് ശേഷമാണ് ആളുകൾ കൂടുതൽ ഈ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്തത്. അപ്പോൾ കൂടുതൽ ആളുകൾ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും അവരുടെ റിട്ടേൺ ഫയൽ ചെയ്യണതിൽ വരാവുന്ന ഡിഫക്റ്റുകളാണ് ഈ നോട്ടീസുകളിലേക്ക് നയിക്കുന്നത്. അത് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ശ്രീജിത്ത് മാർക്കറ്റിൽ ആക്റ്റീവായിട്ടുണ്ട്. ശ്രീജിത്ത് 5 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ശ്രീജിത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ 3 ലക്ഷം രൂപയാണ് ഈ ഡിമാറ്റ് അക്കൗണ്ടിൽ ബാലൻസ് ഉള്ളൂ. അപ്പോൾ എന്ന് വെച്ചാൽ 2 ലക്ഷം രൂപ നഷ്ടത്തിലാണ് ശ്രീജിത്ത് പോണത്. ശ്രീജിത്ത് ചിന്തിക്കുന്ന അതാണ്. സാധാരണ നമ്മളുടെ അടുത്ത് വരുന്ന നോട്ടീസുകളുടെ ഭൂരിഭാഗത്തിൻ്റെ എസൻസ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഇവരുടെ ഒരു ഇംപ്രഷൻ, ഇവരുടെ ഉള്ളിലുള്ള ഒരു ഇംപ്രഷൻ എന്താണെന്ന് വെച്ചാൽ, ഞാൻ 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, 3 ലക്ഷം രൂപ ബാക്കിയുള്ളൂ. എന്ന് വെച്ചാൽ 2 ലക്ഷം രൂപ ഞാൻ നഷ്ടത്തിലാണ്. ഞാനിപ്പോൾ അത് റിട്ടേണിൽ കാണിച്ചാൽ എന്ത്, കാണിച്ചില്ലെങ്കിൽ എന്ത്. പക്ഷേ ഈ ഷെയർ മാർക്കറ്റിലും ഈ മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അതിനെ നമുക്ക് 3ആയിട്ട് തിരിക്കാം ജനറലി. ഒന്നാമത്തെ കാര്യം ലോങ് ടേം, അതായത് നമ്മൾ ഇതിൻ്റെ അത് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 1 വർഷത്തിൽ കൂടുതൽ നമ്മളുടെ കയ്യിലിരുന്ന ഓഹരി അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്, അത് ലോങ് ടേം അസറ്റാണ്, ലോങ് ടേം ഫൈനാൻഷ്യൽ അസറ്റാണ്. അത് വിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഗെയിൻ എന്ന് പറയുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. അല്ലെങ്കിൽ അത് വിറ്റ് കഴിയുമ്പോൾ ലോസ് ആണെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആണ്. ഇനി നമ്മൾ 1 വർഷത്തിൽ താഴെ നമ്മളുടെ കയ്യിലിരുന്നത് നമ്മൾ വിൽക്കുന്നു, അപ്പോൾ നമുക്ക് ഗെയിനാണ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനാണ്. ഇനി അപ്പോൾ ലോസാണ് ഉണ്ടാവണമെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസാണ്. ഇനി നമ്മൾ ഇന്ന് വാങ്ങി ഇന്ന് വിൽക്കുന്നു, ഇൻട്രാഡേ ട്രേഡിങ് അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്, ഇതിൻ്റെ തന്നെ മാർക്കറ്റിൻ്റെ തന്നെ മറ്റൊരു ഇതാണല്ലോ. അങ്ങനെ നമ്മൾ ഡേ ട്രേഡ് അല്ലെങ്കിൽ F&O മാർക്കറ്റിൽ നമ്മൾ ആക്റ്റീവായിട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് ബിസിനസ്സാണ്. ഇത് 3 കാറ്റഗറിയാണ്. ഒന്നിലെ ലോസ് മറ്റൊന്നിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് കൃത്യമായ റൂൾസ് ഉണ്ട്. ഇത് എല്ലാം കൂടി ചേർത്തിട്ട്
ഞാൻ 5 രൂപ ഇട്ടു 3 രൂപ കിട്ടി 2 രൂപ നഷ്ടം എന്ന് കണക്കാക്കുമ്പോഴത്തേക്കും ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ നമ്മൾ 1616 ട്രാൻസാക്ഷൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 1616 ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ പോപ്പുലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ ക്ലിയർ ഡാറ്റ ഉണ്ട്. നമ്മൾ അതിൽ നിന്ന് തെറ്റിച്ച് ഒരു റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ഈ ഡിഫക്റ്റീവ് നോട്ടീസാണ് എല്ലാവർക്കും വരുന്നത്. ഇനി അതല്ലാത്ത നോട്ടീസുകളും വരുന്ന കേസുകളുണ്ട്. അപ്പോൾ ഈ ഷെയർ മാർക്കറ്റിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റിൽ ആക്റ്റീവായിട്ടുള്ളവർ ശ്രദ്ധിക്കുക, ഈ കാറ്റഗറൈസേഷൻ കൃത്യമായിട്ട് ചെയ്ത് റിട്ടേൺ ഡാറ്റ എൻട്രി ചെയ്യണ സമയത്ത് കൃത്യമായിട്ട് ഷോർട്ട് ടൈം ലോങ് ടൈം ബിസിനസ് ഈ 3 കാറ്റഗറി കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ, ഇനി ബിസിനസ് കാറ്റഗറിയിലേക്ക് പോകുന്ന ഒരാളെ സംബന്ധിച്ച് ഇതിനകത്ത് ടേൺ ഓവർ 10 കോടിക്കും 15 കോടിക്കൊക്കെ അടുത്തെത്താൻ ഒരു ബുദ്ധിമുട്ടില്ല. 10 കോടിക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കമ്പൽസറി ഓഡിറ്റ് ചെയ്യേണ്ട ഒരു സാധനമാണ്. കമ്പൽസറി ഓഡിറ്റ് ചെയ്യേണ്ട ഒരു റിട്ടേൺ കമ്പൽസറി ഓഡിറ്റ് ചെയ്യാതെ വിട്ടു കഴിഞ്ഞാൽ അതിന് 1.5 ലക്ഷം രൂപ, ഈ ഓഡിറ്റ് റിപ്പോർട്ട് ഒബ്റ്റെയിൻ ചെയ്യാത്തതിന് മാത്രം 1.5 ലക്ഷം രൂപ ഫൈനുണ്ട്. അപ്പോൾ ഈ ഷെയർ മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടിലും ഡീൽ ചെയ്യുന്നവർ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴത്തേക്കും ഇതിനെപ്പറ്റി നന്നായി അറിയാവുന്ന ആളുകളോട് കൺസൾട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഈ എഡ്യൂക്കേഷണൽ വീഡിയോസൊക്കെ കണ്ട് കൃത്യകാര്യം മനസ്സിലാക്കി റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ ഈ നോട്ടീസിനുള്ള സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഒരു പോയിന്റ്, അതായത് ഈ മാത്രമല്ല ഒരു കാര്യം കൂടി ഉണ്ട്. ഈ പർട്ടിക്കുലർ ഇയർ 2024-25 ഫൈനാൻഷ്യൽ ഇയറിന്റെ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴത്തേക്കും 23/7/2024 മുമ്പ് നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന ഓഹരികൾ, മുമ്പ് നമ്മൾ ഡീൽ ചെയ്ത ഓഹരികൾ, അതിന് മുമ്പ് വിറ്റതും 23/7/2024 ശേഷം വിറ്റതും തമ്മിലും ട്രീറ്റ്മെന്റിൽ ഡിഫറൻസ് ഉണ്ട്.